സുബഹി നേരം വീശും കാറ്റിൽ സുഗന്ധമായവൾ തഴുകും എന്നെ സുബർഗത്തോപ്പിലെ ഊറിയ പോലെ വഞ്ചത്തിയായൊരു പെണ്ണിവളല്ലേ കവിളിൽ മാറുകൊള്ള സുന്ദരിയവൾ കരള് കവർന്നൊരു പൈങ്കിളി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ നിങ്ങളെയൊക്കെ വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമ്മളിവിടെ വലിയ സുഖമൊന്നുമില്ല, എന്നാലും അൽഹംദുലില്ലാ അങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോണു കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല പനിയാണ്, എല്ലാവർക്കും പനി ബാധിച്ചു. കാക്കുമൊക്കെ കിടക്കണ കണ്ടില്ലേ, നല്ല പനിച്ച് കിടക്കുകയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ആരും എണീറ്റിട്ടില്ല. നമ്മൾ റിതു എണീറ്റിക്കാണ്ട് ഓന് ട്യൂഷൻ ഉണ്ട്, ട്യൂഷനിലാണ് ഈ പരീക്ഷയാണ്. അപ്പോൾ ഓന് ഓടിയിട്ടോ. രാവിലെ ചായയും കടിയൊന്നും ഉണ്ടാക്കാനൊന്നും ഒഴിവിട്ടില്ല. അവർ നേരം വെളുക്കോളം കരച്ചിലൊക്കെ ആയപ്പോഴേ ഞാനും തന്നെ ഉറങ്ങിയിട്ടില്ല. പിന്നെ നേരം വെളുക്കാൻ കാലം കുറച്ചേരം ഒന്നാണ് സുബീസ്കരിച്ച് കണ്ടെന്നാണ് കണ്ണുമ്പിയതാട്ടോ. ആ കണ്ണുമ്പിയിൽ കുറച്ച് നേരം വൈകി ഓനെ തട്ടിക്കുടഞ്ഞ് എണീപ്പിച്ച് കണ്ട് ലേസം ചായയും കുട്ടികൾക്ക് കൊടുന്ന് വെച്ച ബിസ്ക്കറ്റ് ഉണ്ടായിനി അതും കൊടുത്താണ് പറഞ്ഞയച്ചു ഓനട്ടോ. അപ്പം രാവിലെ തന്നെ വലിയ കഷ്ടപ്പാടിലായിരുന്നു. വെള്ളമില്ല, ഒരു തുള്ളി വെള്ളമില്ല, കറണ്ടില്ലായിരുന്നു, വോൾട്ടേജ് ഇല്ല. അപ്പം കണ്ടോ നല്ല വെളിച്ചക്കമ്മി ഉണ്ട് കേട്ടോ. ഒന്ന് ക്ഷമിക്കണം, എല്ലാവരും സ്കിപ്പ് അടിച്ചാൽ അതൊന്ന് കാണൂണ്ടിട്ടോ. രാവിലെ തന്നെ എണീക്കുമ്പോൾ വെള്ളമില്ലാഞ്ഞ വല്ലാത്ത കഷ്ടപ്പാടാല്ലേ. പിന്നെ കുറച്ച് താഴത്തുനിന്നൊക്കെ ഏറ്റി കൊടുന്നു ഞാൻ. പിന്നെ നമ്മൾ മോട്ടറിൽ വോൾട്ടേജ് ഇല്ലാഞ്ഞ കയറൂല കേട്ടോ മക്കളെ വെള്ളമില്ലാഞ്ഞാൽ രാവിലെ തന്നെ നമുക്ക് പിരാന്താലേ. ലേസം താഴെ പോയിക്കാണ്ട് ഞാൻ ഏറ്റി കൊടുന്നു കേട്ടോ. കുട്ടികളില്ല വീടല്ലേ, വെള്ളം തേച്ചാൽ തേയില്ല. അപ്പം ലേസം വെള്ളമൊക്കെ ഞാൻ കൊടുന്നു. ഇറത്തില്ല വെള്ളം പിന്നെ നമ്മൾ ബാത്റൂമൊക്കെ എടുക്കുക കേട്ടോ, പാത്രം കഴുകാനൊക്കെ. അതൊന്നും മുഖമൊന്നും കഴുകാനും കുടിക്കാനൊന്നും എടുക്കൂല കേട്ടോ. ടെറസിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളമല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ അസുഖം ഉണ്ടാവുമല്ലോ. അപ്പം ലേസം പൊടിയൊക്കെ കലക്കിയാണ്ട് അപ്പം ചൂടാണ് കേട്ടോ. അപ്പം മൂത്തച്ചി കയറി വന്ന് ഇത് കഴുത്താണ് കേട്ടോ, കോയിൻ്റെ കഴുത്തുകൾ പാർട്സുകളൊക്കെ. അപ്പം മൂത്തച്ഛൻ ഹോട്ടലിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഓൻ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അവിടെ ബാക്കിയുള്ളത് കൊണ്ടുവരും. അപ്പം ഇത് ഞാൻ കുട്ടികൾക്ക് ചൂടാക്കി കൊടുക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നന്നായിട്ട് ചൂടാക്കിയിട്ട് അപ്പത്തേക്കും ഒക്കെ ആക്കിക്കാണ്ട് വെക്കുന്നു. ഇപ്പം എല്ലാവർക്കും പനിയൊക്കെ അല്ലേ, അപ്പം ലേസം കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാന്നുള്ള പരിപാടിയിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഓള് കൊണ്ടുവന്നത് കേട്ടോ. ഇപ്പം അടുപ്പൊന്നും മൂട്ടാൻ നിന്നില്ല കേട്ടോ, കുട്ടികൾക്കൊക്കെ പനിയായപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ കുക്കറിൽ ഞാൻ പെട്ടെന്ന് ചോറൊക്കെ വെച്ചു. കൊറിയർ ഓഫീസിലൊക്കെ ഒന്ന് പോകണം, പോസ്റ്റ് ഓഫീസിലൊക്കെ ഒന്ന് പോകണം കരുതി പെട്ടെന്ന് പാക്ക് ചെയ്തുകാണ്ട് മാറ്റി ഒരുങ്ങി ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ. കുട്ടികളൊക്കെ പാല് കൊടുത്തുകാണ്ട് ഉറക്കിയിട്ട് പോവാന്ന് കരുതി. എന്നും കാക്കുക പോലെ ഇന്നിപ്പോൾ കാക്കുവിന് ബൈക്കുമ്മലൊന്നും ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പോവാട്ടോ മാറ്റി ഒരുങ്ങിക്കാണ്ട്. അത്യാവശ്യം വന്നാൽ ഏത് ജോലികളും നമ്മൾ എടുക്കും കേട്ടോ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ എപ്പോഴും നിങ്ങളോട് ഞാൻ പറയുന്ന പോലെ തളർന്നിരിക്കണ്ട കേട്ടോ. അപ്പോൾ ഒന്നിനും വെയ്യാറിന് മൂലക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് കുത്തർക്കേണ്ടി വരും മൂലക്കൽ. ആരും തിരിഞ്ഞു നോക്കാനും ഒന്നും ഉണ്ടാവില്ല. നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. എന്നാലും എന്നെ 10 റുപ്യ കയ്യിലുണ്ടാവുള്ളൂ. അപ്പോൾ പൊന്നു ഉറങ്ങിയിട്ടില്ല, പൊന്നുവിനെ കുറേ ഉറക്കി നോക്കി, ഉറങ്ങണില്ല. മെന്നൂസ് പിന്നെ വേഗം ഉറങ്ങിയിട്ടോ. മറ്റവർക്കൊക്കെ ലേസം കഞ്ഞിയൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി വരട്ടെ. അപ്പോൾ ഒത്തിരി നല്ല മഴയുണ്ട്. എന്തായാലും പൈസ തന്നു കഴിഞ്ഞാൽ നമ്മൾ സാധനം കൊടുക്കണ്ടേ. എനിക്കും തന്നെ ഒരു ബേജാറാണ് കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ കേട്ടോ. ഓലെ സാധനമാണ് കൊടുക്കാൻ ഞാൻ നമുക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ. ഏതായാലും കുടയൊന്നും നീരിനില്ല, പഴയ ഒരു കുടയൊക്കെ കിട്ടി. അങ്ങനെ പെരും മഴയുണ്ട്. ഒന്ന് പോയോക്കട്ടെ എന്ന് കരുതിക്കാണ്ട് ഒന്നാണ് ഇറങ്ങിയ കേട്ടോ. പൊന്നാര മക്കളെ, പട്ടി ചന്തക്ക് പോണത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതേപോലെ ഇങ്ങോട്ട് തന്നെ പോന്നു കേട്ടോ. ഈ ഇറാമോലയിൽ കുത്തർന്നിട്ട് എനിക്കൊരു കലണ്ടറും ഒരു ഡേറ്റും ഒന്നും ഞാൻ നോക്കാതെ നിന്നിട്ടേക്കും. അതേപോലെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നു. മുഹറം 10 അല്ലേ. അപ്പോൾ ഇന്ന് പോസ്റ്റ് ഓഫീസൊക്കെ അവധിയാണല്ലോ. ആർക്കാ പുടിയാടില്ല മക്കളെ. അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കണവർക്ക് തിരക്കടില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ അത് നോക്കാൻ മറന്നു കേട്ടോ. അതിൻ്റെ അടിയിൽ നമ്മൾ ഇത് ട്യൂഷൻ വിട്ടുകാണ്ടൊക്കെ വന്നു കേട്ടോ. എത്താണ്ട് ഫോണല്ലോ എല്ലാത്തിനും ഫോണ്. എന്ത് പൊറാട്ട വാങ്ങിക്കൊണ്ടിരുന്ന 100 റുപ്യ എന്നിട്ട് എത്താട്ടിയെ ഇപ്പം തന്ന പൈസന്ന് മുറ്റൊക്കെ കിടക്കണൊക്കെ ഞാൻ അടിച്ചോരിയിട്ടില്ല. ഐറ്റങ്ങളൊക്കെ വെയ്യാതെ കിടക്കല്ലേ. ഓന് 2 പൊറാട്ടൊക്കെ കേട്ടോ മക്കളെ. രാവിലെ പോയതാ, ഭക്ഷണമൊന്നും കഴിക്കാതെ രാവിലെ പോയത്. ആരും എണീറ്റിട്ടില്ലായിരുന്നു. നല്ല പനിയാണ് മക്കൾക്കൊക്കെ. കാക്കും പനിച്ച് കിടക്കുക. പിന്നെ 7 മണിക്ക് പോകണല്ലോ. അറിയതോ
എന്നാണ് ഈ പരീക്ഷയുണ്ട്, ട്യൂഷനുണ്ട് ഓന് കേട്ടോ. സ്കൂളില്ല, സ്കൂളൊക്കെ ലീവല്ലേ. അപ്പോൾ ഓന് വിശന്നിട്ട് 2 പൊറാട്ട അതിന് തരികയായിരുന്നുകാണ്ട്. എൻ്റെ ബണ്ണ് ചിലവാട്ടെ, അപ്പം ഞാൻ തരാം. വേഗം പോയി കഴിച്ചുകാണ്ട് വാട്ടോ. ഏതായാലും നമ്മൾ ഋതുവൊക്കെ വന്ന് ഓന് ചായ കുടിച്ച് അപ്പോഴത്തേന് നമ്മളെ ഇച്ചുമ്മാക്ക് നല്ല പനി വരൽ തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഓളെ നോക്കിയിട്ട് കാര്യമല്ല എന്ന് കരുതിക്കാണ്ട് നമ്മൾ പെരിന്തൽമണ്ണ പോവാണ് കേട്ടോ. അന്തിപ്പാതിർക്ക് പോയി ഞാൻ ഓളെയും കൊണ്ട് കേട്ടോ. ഓളെ പിന്നെ ഇവിടെ എവിടെയും കാണിച്ചിട്ടും കാര്യമല്ല. ഇന്നിപ്പോൾ മുഹറം 9 നോമ്പ് നോൽക്കാനൊന്നും കഴിഞ്ഞില്ല. ഒക്കെ നോൽക്കണം എന്നൊക്കെ മനസ്സിൽ വല്ലാത്ത പൂതി ഉണ്ടായിന്. അപ്പോൾ എല്ലാവർക്കും പനിയൊക്കെ കഴിഞ്ഞ് ഞാനും കൂടി അങ്ങോട്ട് നോമ്പ് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ നാളെ നോൽക്കണം എന്നുണ്ട്. ഏതായാലും ഇതൊക്കെ ആക്കി വെച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഷെയ്മോളെയും മൃദുവിനെയും ഒക്കെ അവിടെ ആക്കിക്കാണ്ടാ പോണേ. ഷെയ്മോളാണെങ്കിൽ പനിച്ച് കിടക്കുക. ഏതായാലും ഇവിടെ ഒന്നും കാട്ടിയിട്ട് കാര്യമില്ലായിരുന്നു. രണ്ടും കൽപ്പിച്ച് ഞാനും കാക്കുവാണ് പോയിട്ടോ. ഏതായാലും അവിടെ എത്തി. ഇതാണ് നമ്മളെ ഡോക്ടർ കേട്ടോ, ഡോക്ടർ ഫൈസൽ എന്നെ, പീഡിയാട്രീഷ്യനാണ്, ഒരു പ്രൊഫസറും കൂടിയാണ് കേട്ടോ. ഡോക്ടർ നല്ല ഡോക്ടർ ആയതുകൊണ്ടാണ് നമ്മളെ ഇച്ചുവിനെയൊക്കെ നമുക്ക് തിരിച്ച് കിട്ടിയത് കേട്ടോ. പിന്നെ എന്താണെന്നോ, ഷെയ്മോളെ മഞ്ചേരിയൊക്കെ കാണിച്ചപ്പോഴേ ഞാൻ അങ്ങനെ കാണിച്ചാലില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ക്യൂ ഒന്ന് കിട്ടി കഴിഞ്ഞാൽ തന്നെ മരുന്നും ഗുളികയൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല. മട്ടം പോലെ എഴുതി തരാൻ നല്ലൊരു ഡോക്ടർ ഉണ്ടാവില്ല കേട്ടോ. ഓല എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയും പറഞ്ഞുകൊണ്ടൊക്കെയാണ് എഴുതി തരാം. ഏതായാലും ഓളെ കാര്യത്തിൽ ഒരു പരീക്ഷണത്തിന് ഞാൻ നിൽക്കലില്ല കേട്ടോ. അതാണ് നമ്മൾ ഓളെയും കൊണ്ട് അങ്ങോട്ട് പോണത്. മറ്റൊക്കെ ഞാൻ മഞ്ചേരിക്കൊക്കെ പോകലാട്ടോ. ഓളെ പിന്നെ എപ്പോഴും ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകും, ഡോക്ടർക്ക് അറിയും ചെയ്യാം. ഏതായാലും ഓൾക്ക് മരുന്നും ഗുളികയൊക്കെ വാങ്ങിക്കാണ്ട് പോന്നപ്പോത്തിന് ഒരുപാട് നേരം വൈകിക്കണം കേട്ടോ. പിന്നെ പോയതാണെങ്കിലോ നമ്മളെ മാനുക്കാക്കാൻ്റെ ഓട്ടോറിക്ഷയാണെങ്കിൽ വിട്ടിട്ട് എത്തണമില്ല. ഡോക്ടറാണെങ്കിൽ നീച്ച് പോകാനും വൈകണം. 2 വട്ടം ഡോക്ടർക്ക് വിളിച്ചിട്ടോ. ഞാൻ ഇവിടെ ഇരിക്ക റിഷ, നീ വാ എന്ന് പറഞ്ഞു ഡോക്ടർ കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു മനസ്സിക്ക് ഒരു സമാധാനമാണ്. അപ്പോൾ ഇതാക്കണം കേട്ടോ. ഇതാണ് ഡോക്ടർ ക്ലിനിക്ക്. അങ്ങാടിപ്പുറത്താണ് കേട്ടോ ഡോക്ടർ ഇരിക്കുന്നത്. അവിടെ കുറേ ഡോക്ടേഴ്സ്മാരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടിയിട്ടാണ്. ഞാൻ സ്ഥിരം അമ്മൂസുക്കൊക്കെ ആയിരുന്നു പോയിരുന്നത്. ഇപ്പോൾ ഇവിടേക്ക് ആക്കിയിരിക്കണം ബിൽഡിങ് കേട്ടോ. അപ്പം നമ്മളെ ഡോക്ടറൊക്കെ കാണിച്ച് കണ്ട് മരുന്നൊക്കെ വാങ്ങണ് കാക്കു. ഇച്ചുവാണെങ്കിൽ നല്ലോണം ഛർദ്ദിച്ചൊക്കെ ക്ഷീണം പറ്റിയിട്ടുണ്ട്. ആ ചുമയൊക്കെ അലർജി ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല ഛർദിലൊക്കെ ആയിരിക്കും. അപ്പം മരുന്നൊക്കെ വാങ്ങിച്ച് കണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെയാണ് കൊടുത്തു മരുന്നൊക്കെ കേട്ടോ. അപ്പോൾ അതാക്കണ് കാക്കു മരുന്നൊക്കെ വാങ്ങാൻ നിൽക്കുകയാണ്. കാക്കൂനും തന്നെ കിടുകിടാ വറക്കണുണ്ട് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ മോശമല്ലേ, എല്ലാവർക്കും പനിയാണ്. കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നല്ല മഴയാണ്, തകർത്ത് പെയ്യാണ് മഴ കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി മടങ്ങി പോവുകയാണ്. നേരം ഒരുപാട് നേരമായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് എന്ന് ഋതു വിളിച്ചപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ ബൺ മെറ്റീരിയൽ പുതിയതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും. പല കളറിലും പല മോഡലുകളും ഉണ്ട് കേട്ടോ. ഈ മോഡലുകളൊക്കെ ഇതേ കളറുകളൊക്കെ ഉണ്ട് കേട്ടോ. പല കളറിലും കറുപ്പിലും ചുവപ്പിലും ഒരുപാട് ആളുകൾ, കറുപ്പിലൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കണം കേട്ടോ. അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ റിഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ ആ ലൈക്കുമ്മൽ എന്നും തൊടുകൊണ്ടി കേട്ടോ പറയുമ്പോൾ തന്നെ. അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരുവേണ്ടി കേട്ടോ. അസ്സലാമു അലൈക്കും.